ചെയ്യാത്ത ഒരു തെറ്റിന് കുറ്റം കേൾക്കുന്നത് നമുക്ക് എല്ലാവർക്കും ദേഷ്യവും സങ്കടമുള്ള കാര്യമാണ്. എന്നാൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് വന്ന ഒരു തെറ്റോ അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്കോ നിങ്ങൾ മറ്റൊരാളുടെ മേൽ കെട്ടിവെച്ച അല്ലെങ്കിൽ മറ്റൊരാളെ പഴിചാരിയ എങ്ങനെ ഇരിക്കും? ഫോർ എക്സാമ്പിള്, നിങ്ങളൊരു എക്സാം എഴുതി, അതിൽ നിങ്ങൾ തോറ്റു. പക്ഷെ നിങ്ങൾ കാരണമായി പറയുന്നത് എന്നെ പഠിപ്പിച്ച ടീച്ചർ കൊള്ളില്ലായിരുന്നു, അവർക്ക് പഠിപ്പിക്കാനൊന്നും അറിയില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ എക്സാമിന് തോറ്റുപോയത്. പക്ഷെ അതിന്റെ യഥാർത്ഥ കാരണം നിങ്ങൾ ഒരുപക്ഷെ ഹാർഡ് വർക്ക് ചെയ്യാത്തതുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാത്തതുകൊണ്ടോ ആയിരിക്കാം. അതുപോലെ തന്നെ പാർട്ട്നേഴ്സ് പറയാറുണ്ട്, എനിക്ക് ജോലിക്ക് പോകാൻ പറ്റാത്തത് അല്ലെങ്കിൽ എന്റെ കരിയർ നഷ്ടപ്പെട്ടത് ഈ കല്യാണം കഴിഞ്ഞതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവൻ അല്ലെങ്കിൽ അവൾ എന്നെ സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ടാണ്. പക്ഷെ അതിന്റെ യഥാർത്ഥ കാരണം ഒരുപക്ഷെ ആ ജോലിക്ക് പോവാൻ അവർക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആ ജോലിക്ക് പോകാൻ വേണ്ടി ഒരു അപ്ലിക്കേഷൻ അയക്കുകയോ അല്ലെങ്കിൽ അതിന് വേണ്ട ഒരു ഇനീഷ്യേറ്റീവും അവർ ചെയ്തിട്ടുണ്ടാവില്ല. ഇങ്ങനെ യഥാർത്ഥ കാരണങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് തന്റെ കുറ്റവും അല്ലെങ്കിൽ തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ മിസ്റ്റേക്കുകളും ആരും അറിയാതെ അതെല്ലാം മറ്റൊരാളാണ് കാരണം എന്ന് പറഞ്ഞ് മറ്റൊരാളെ പഴിചാരുന്ന ഒരു മാനസിക പ്രവണതയെയാണ് നമ്മൾ പ്രൊജക്ഷൻ ബ്ലെയിം ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ പ്രൊജക്ഷൻ ബ്ലെയിം ഷിഫ്റ്റ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ അത് തീർച്ചയായും നിങ്ങളുടെ വ്യക്തി ജീവിതത്തെയും നിങ്ങളുടെ സാമൂഹിക ബന്ധങ്ങളെയും പ്രതികൂലമായും ബാധിക്കും. കാരണം പ്രൊജക്ഷൻ ബ്ലെയിം ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയുമായി മറ്റൊരാൾക്ക് വളരെ ഹെൽത്തി ആയിട്ട് ഇടപഴകാൻ പറ്റില്ല. കാരണം അത്തരം ആൾക്കാരെ തീരെ വിശ്വസിക്കില്ല. അതിന്റെ പ്രധാന കാരണം നമ്മൾ ചെയ്യുന്ന ഈ പ്രവൃത്തി കാരണം നമുക്ക് അവരുമായിട്ടുള്ള ഒരു ട്രസ്റ്റ് അവിടെ ഇല്ലാതായിട്ടുണ്ടാവും. എപ്പോഴും നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പിന് ആവശ്യം വിശ്വാസമാണ്. പക്ഷെ നിന്ന നിപ്പില് നമ്മളെ ബലിയാടാക്കുന്ന ഒരു വ്യക്തിയോട് ഒരിക്കലും ആ വിശ്വാസം ആൾക്കാർക്ക് ഉണ്ടാവില്ല. അതുപോലെ തന്നെ പ്രൊജക്ഷൻ ബ്ലെയിം ഷിഫ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത്തരമുള്ള പ്രവർത്തികൾ കാരണം ഒരു നിരാശയും ഒറ്റപ്പെടലും ഉത്കണ്ഠയും സമ്മർദ്ദവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. സോ നിങ്ങളോ നിങ്ങളുടെ സുഹൃത്തുക്കളോ ഇത്തരത്തിലുള്ള പ്രൊജക്ഷൻ ബ്ലെയിം ഷിഫ്റ്റ് പ്രവണത ഫ്രീക്വന്റ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണലിന്റെ ഹെൽപ്പ് സീക്ക് ചെയ്യുക, നിങ്ങളുടെ മാനസിക ആരോഗ്യം സംരക്ഷിക്കുക.